നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. കനാന്യ സ്ത്രീയുടെ വിശ്വാസം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്നൊരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഫോനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നപ്പോൾ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. നമ്മുടെ കർത്താവ്, അതായത് സോരിൻ്റെയും സീദോന്റെയും നടുവിൽ ഒരു പ്രദേശത്തെത്തിയിരിക്കുകയാണ്. അത് ഇസ്രയേലിന് വടക്കേ അറ്റമാണ്. സീദോനിലാണ് പണ്ട് ഏലിയാവ് ഒരു വിധവയുടെ വീട്ടിൽ 3 വർഷം താമസിച്ചത് എന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവ് അതിൻ്റെ ബോർഡറിൽ ഒരു വീട്ടിൽ ചെന്നു. അവിടെയും തന്നെ സ്വീകരിക്കാൻ വീടുകളുണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമ്മുടെ കർത്താവ് അവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് ഒരു യവന സ്ത്രീ, ഒരു കനാന്യ സ്ത്രീ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, അവൾക്ക് അങ്ങ് സൗഖ്യം നൽകണം. യേശു അവളോട് പറഞ്ഞത്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ലല്ലോ എന്നാണ്. യഹൂദന്മാർ പുറജാതികളെ നായ്ക്കളെന്നാണ് വിളിക്കുന്നത്. അത് കൂടെ ഉദ്ദേശിച്ചാണ് യേശു പറഞ്ഞത്. അവൾക്കൊരു പരിഭവവുമില്ല, അവളത് അംഗീകരിക്കുകയാണ്. കാരണം യഹൂദന്മാർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അവർക്കാണ് ദൈവം ന്യായപ്രമാണം കല്ലിൽ കൈകൊണ്ട് എഴുതി കൊടുത്തത്. അവർക്കാണ് പുരോഹിതന്മാരും ആരാധനാ ആലയവും എല്ലാം ഉള്ളത്. അവരുടെ മധ്യത്തിലേക്ക് പ്രവചനപ്രകാരം ദൈവം മനുഷ്യാവതാരം ചെയ്തത് അതാണ് യേശു. തീർച്ചയായിട്ടും യഹൂദന്മാർക്ക് മുമ്പേ അനുഗ്രഹം ഉണ്ടായേ തീരൂ. യേശു പറഞ്ഞത് മുമ്പേ മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ്. തീർച്ചയായിട്ടും യഹൂദന്മാർ മശീഹയെ കാത്തിരിക്കുന്നവരാണ്. അവർക്ക് മശീഹയുടെ അനുഗ്രഹം ഉണ്ടാകുക എന്നുള്ളത് ന്യായമാണ്. എന്നാൽ മക്കളുടെ അപ്പം മിച്ചം വരുന്നത്, താഴെ വീഴുന്നത് നായ്ക്കുട്ടികൾ തിന്നാറുണ്ടല്ലോ എന്ന് ആ സ്ത്രീ പറയുകയാണ്. ഇവിടെ അവൾ ചോദിച്ചത് മകൾക്ക് രോഗസൗഖ്യം, അതാണ് അവൾ ആവശ്യപ്പെട്ടത്, അതായത് ഭൂതത്തിൽ നിന്ന് വിടുതൽ. പക്ഷേ യേശു പറയുന്നത് അത് അപ്പമാണെന്നാണ്. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ എന്നാണ്. ചില തർജ്ജിമകളിൽ അല്ലെങ്കിൽ ചിലർ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് അത് അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരത് ഉരുവിടാറുമുണ്ട്. ഉരുവിടാനുള്ളതല്ലിത്. രണ്ടാമത്തേത് ആഹാരമെന്നല്ല തർജ്ജമ ചെയ്യേണ്ടത്, അപ്പം എന്നാണ്. അപ്പവും ആഹാരവും ഒന്നല്ലേ എന്ന് ചിന്തിക്കാം. രണ്ടാണ്.
അപ്പം എന്നുള്ളതിന് അർത്ഥതലങ്ങളുണ്ട്. രോഗസൗഖ്യം ഇവിടെ അപ്പമാണെന്ന് യേശു പറയുകയാണ്. വേലയും കൂലിയും അത് അപ്പമാണ്. കാരണം വേലക്കാരൻ തൻ്റെ അപ്പത്തിന് യോഗ്യൻ എന്ന് ഒരു തർജ്ജമയിലും മറ്റൊരിടത്ത് കൂലിക്ക് യോഗ്യൻ. അപ്പോൾ അപ്പമെന്ന് പറഞ്ഞാൽ കൂലി എന്നാണ്. അതുപോലെ ദൈവവചനത്തിന് അപ്പം, യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന അപ്പം കൊണ്ടും ജീവിക്കുന്നു. ദൈവവചനം അത് അപ്പമാണ്. നമുക്കറിയാമല്ലോ, മായമില്ലാത്ത പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭക്ഷണം എന്നുള്ള നിലയിൽ. അതുപോലെ സുവിശേഷ വേല അതപ്പമാണ്. യേശു പറഞ്ഞു, എന്നെ അയച്ച പിതാവിൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം തയ്ക്കുന്നതാണ് എൻ്റെ അപ്പം. സുവിശേഷ വേല അപ്പമാണ്. അതുപോലെ നമ്മുടെ ധനം, നിക്ഷേപം അതപ്പമാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിൻ്റെ മേലെറിയുക എന്ന് പറയുന്നത് നീ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന നിന്റെ നിക്ഷേപം അത് നീ വിതയ്ക്കുക എന്നാണ്. അതുപോലെ തിരുവത്താഴം, ആരാധന, അതിനപ്പം നുറുക്കെന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പം എന്നുള്ളതിന് വേദപുസ്തക പ്രകാരം ഒരുപാട് അർത്ഥമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ യേശു പറയുകയാണ്, പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് അത് യഹൂദന്മാർക്ക് നന്മയുണ്ടാകാനാണ്. അത് കഴിയട്ടെ, പ്രജാതികൾക്ക് നൽകയില്ല, അനുഗ്രഹം നൽകയില്ലെന്ന് യേശു പറഞ്ഞില്ല. ആദ്യം യഹൂദർക്ക്. അങ്ങനെയാണ് പൗലോസും എഴുതിയിട്ടുള്ളത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ആദ്യ യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ആദ്യം രക്ഷിക്കപ്പെട്ടത് നമുക്കറിയാം യഹൂദന്മാരാണ്. പിന്നീടാണ് പുറജാതികളിലേക്ക് തിരിയുവാൻ ഇടയായത്. പക്ഷെ അവൾ പറയുകയാണ്, മക്കൾക്ക് വേണ്ടി ചുട്ട അപ്പം അത് മിച്ചം വരുന്നത് മേശയ്ക്ക് കീഴിലേക്ക് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കാറുണ്ടല്ലോ. അതുപോലെ പ്രജാതി നായായ എനിക്ക് മിച്ചം വരുന്നത് തന്നുകൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. യേശു അവളെക്കുറിച്ച് ശ്ലാഘിച്ച് പറഞ്ഞതായ മറ്റ് സുവിശേഷങ്ങളിലുണ്ട്, ഇസ്രയേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് യേശു പറഞ്ഞത്. ഇവിടെ യേശു പറയുകയാണ്, പൊയ്ക്കൊള്ളുക, നിന്റെ ഈ വാക്ക് നിമിത്തം ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ യേശുവിനെ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് നിർബന്ധിച്ചൊന്നുമില്ല. കാരണം കാനാവിലെ കല്യാണ വീട്ടിൽ ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കോരിയ വെള്ളം അവർ കൊണ്ടുപോയി കൊടുത്തു, ഒരു ചോദ്യവും ചെയ്യാതെ. രുചി നോക്കിയപ്പോൾ നല്ല വീഞ്ഞ്. അതുപോലെ ശിലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് കുരുടനോട് പറഞ്ഞു. അവൻ കഴുകി വന്നപ്പോൾ സൗഖ്യം. അപ്പോൾ യേശു എന്തു പറഞ്ഞാലും അത് തീർച്ചയായിട്ടും നടക്കും എന്ന് ഇതിനോടകം അവൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു രാജഭൃത്യൻ തൻ്റെ മകൻ്റെ അസുഖത്തിന് വേണ്ടി വന്നു. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അയാൾ ചെന്നപ്പോൾ തലേ ദിവസം 7 മണിക്ക് സൗഖ്യം ലഭിച്ചതായിട്ട് അറിഞ്ഞു. ഇതൊക്കെ കേട്ടിട്ടുള്ള ഈ സ്ത്രീയെ വളരെ വിശ്വാസത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെ അവളുടെ വീട്ടിലേക്ക് മടങ്ങി ചെന്നപ്പോൾ മകൾ ഭൂതം ബാധയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വസ്ഥതയുള്ളവളായിട്ട് കാണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. അത് തിരിച്ചറിയുവാൻ, അതിനെക്കുറിച്ച് കേട്ട് വിലയിരുത്തുവാൻ നാം തയ്യാറാകുമെങ്കിൽ ആ സത്യദൈവത്തെ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനും നിത്യനും സ്നേഹവാനുമായ ആ സത്യദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, അവനെ ആരാധിക്കാൻ നാം മനസ്സുവയ്ക്കുമെങ്കിൽ, അവനെ ആശ്രയിക്കാൻ നാം മനസ്സുവയ്ക്കുമെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ തലമുറകൾക്കും അനുഭവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളൊരു പാഠമാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.